ഇത് കഴിഞ്ഞ ദിവസം ഹൗസ്ബുർഗിൽ പോയപ്പോൾ എടുത്ത വീഡിയോയുടെ ബാക്കി തന്നെയാണ് കേട്ടോ. ആ സമയത്ത് പള്ളിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ട്രെയിൻ കിട്ടാൻ വേണ്ടി വീണ്ടും 1 മണിക്കൂർ സമയമുണ്ട്. അപ്പോൾ ആ സമയത്താണ് ട്രാം ഇങ്ങനെ വരുന്നത് കാണുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചു, എന്നാൽ പിന്നെ ട്രാമിൽ കയറിയിട്ട് സിറ്റി മൊത്തം കറങ്ങിയിട്ട് സമയമാകുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ട്രാമിൽ കയറി പോകുന്ന വഴിക്ക് എടുത്ത വീഡിയോകളാണ് ഇതെല്ലാം. സിറ്റിയിലെ പഴയ ബിൽഡിങ്ങുകളും ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ആ ഒരു ഒരുപാട് വർഷങ്ങൾക്ക് പഴയ ആ ഒരു സ്റ്റൈലൊക്കെയാണ് ഇവിടുത്തെ ബിൽഡിങ്ങുകൾക്ക്. എല്ലായിടത്തും ട്രാമുണ്ട് ട്ടോ. ഈ വഴിയിലൊക്കെ ട്രാമുണ്ട്. അത്യാവശ്യം നീളമുണ്ട്. നമ്മുടെ നാട്ടിലൊരു എനിക്ക് തോന്നുന്നു ഒരു 4 ബോഗിയുടെങ്കിലും നീളം വരുന്നുണ്ട്. ഒരു 3, 4 ബോഗി എന്തായാലും നീളം വരുന്നുണ്ട് ഓരോ ട്രാമിൻ്റെ വലിപ്പം. അത്യാവശ്യം നിറച്ചും ആൾക്കാരും ഇതിനകത്തൊക്കെ കയറുന്നുണ്ട് ട്ടോ. ഓരോ സ്ഥലത്തെത്തുമ്പോഴൊക്കെ. കാരണം ഒരുപാട് പേര് നമ്മള് വണ്ടി ഉപേക്ഷിച്ചിട്ട് ഒന്നുകിൽ സൈക്കിളിന് അതല്ലെങ്കിൽ ട്രാമിനൊക്കെയാണ് ഇവിടെ കൂടുതലും പോകുന്നത്. അതായത് കുറച്ച് ദൂരമൊക്കെ പോകാനുള്ളവർ ട്ടോ. കൂടുതൽ ദൂരം പോകാനുള്ളവർ മാത്രമേ അങ്ങനെ കാറൊക്കെ എടുത്ത് പോകുന്നവരുള്ളൂ. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് കൂടുതൽ ആൾക്കാർ സൈക്കിൾ കൊണ്ടായിരിക്കും പോകുന്നത്. ഇനി വിൻ്ററായി കഴിഞ്ഞാൽ മാത്രമേ മറ്റുള്ള വണ്ടികളെയൊക്കെ ആശ്രയിക്കുകയുള്ളൂ. അതുവരെ സൈക്കിളിലാണ് പോക്ക്. മിക്ക സ്ഥലത്തും പള്ളികൾ കാണാം ട്ടോ. പള്ളികളൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് പഴക്കമുള്ള പള്ളികളായിരിക്കും. 100 വർഷത്തിന് മേപ്പോട്ടാണ് എല്ലാ പള്ളികളുടെയും പഴക്കം. ഏറ്റവും കുറഞ്ഞതാണ് 100 വർഷം. ഇതിപ്പോൾ ട്രാം ഒരു സ്റ്റേഷൻ്റെ അവസാനം എത്താനായി. ഇനി ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സ്റ്റേഷനും കൂടിയേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ ഈ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് വേറൊരു ട്രാം വരുന്നുണ്ട്. അപ്പോൾ ആ ട്രാമിൽ കയറിയിട്ട് ഏഹ്, റെയിൽവേ സ്റ്റേഷൻ്റെ അങ്ങോട്ട് ഉള്ള വഴിക്ക് കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അവിടെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴാണ് അടുത്ത ട്രാം അവിടുന്ന് വരുന്നത് കാണുന്നത് കേട്ടോ. ഈ ട്രാം ആണെന്നുണ്ടെങ്കിലും നമുക്ക് ബസ്സിൻ്റെ അതേ റൂള് തന്നെയാണ് ട്രാം ആണെങ്കിലും. കാരണം റോഡിൽ കൂടി തന്നെയാണല്ലോ ട്രാം പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിഗ്നലൊക്കെ വരുമ്പോൾ അവരവിടെ നിർത്തിയിടും. അതിന് ശേഷമേ അവിടുന്ന് ഇങ്ങോട്ട് വരുള്ളൂ. ഇപ്പോൾ എനിക്ക് പോകാനുള്ള ട്രാം അവിടെ നിർത്തിയിട്ടേക്കാണ് സിഗ്നലായതുകൊണ്ട്. അപ്പോൾ ട്രെയിൻ പോലെ ഒന്നുമല്ല. ജസ്റ്റ് സാധാരണ നമ്മുടെ ബസ് പോകുന്ന പോലെ തന്നെയുള്ളൂ. നല്ല നീളാണെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് അവിടുത്തെ കാഴ്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇത് അവിടുത്തെ ഒരു സിറ്റീൻ്റെ സെൻ്ററാണ് ഇതൊക്കെ. അതുകൊണ്ടാണ് ഇത്രയും വലിയ ബിൽഡിങ്ങുകളും ഈ ഒരു ടൈപ്പ് ബിൽഡിങ്ങുകളൊക്കെ കാണുന്നത്. മറ്റുള്ള ചെറിയ സ്ഥലത്തോട്ട് പോകുമ്പോഴൊക്കെ ബിൽഡിങ്ങുകൾ ഇങ്ങനെ മേൽക്കൂര ചെരിഞ്ഞുകൊണ്ടായിരിക്കും. ഈ ഇങ്ങനെ വലിയ വലിയ സിറ്റികളിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ വലിയ വലിയ ഹൈ ബിൽഡിങ്ങുകളൊക്കെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ട്രാം ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത് ഇവിടുന്നാ. മ്യൂണിക്ക് വരുമ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത്. അന്നാണ് അവിടെ വെച്ചിട്ടാണ് ഞാൻ ട്രാമിൽ കയറുന്നതും. ഇതിങ്ങനെ കേട്ടിട്ടും വീഡിയോയിൽ കണ്ടതല്ലാതെ നമ്മളിത് നേരിട്ട് കണ്ടിട്ടില്ല. നമ്മുടെ നാട്ടിൽ കേരളത്തിലില്ലല്ലോ. പിന്നെ മറ്റുള്ളത് കൊൽക്കത്തയിലൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അത് ഇപ്പോഴും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അവിടെ ഇങ്ങനെ കേട്ടതേ ഉള്ളൂ. അതിൻ്റെ പഴയ വീഡിയോകളൊക്കെ കണ്ടതേ ഉള്ളൂ. ഇവിടെ ഇഷ്ടംപോലെ ട്രാമുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇതിന് ട്രാക്ക് കണ്ടില്ലേ? ഒരുപാട് ട്രാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാക്കുകളാണ്. എപ്പോഴും എപ്പോഴും വരുന്നുണ്ട് ട്രാമുകൾ. ഓരോ സ്ഥലത്തോട്ടും ഇങ്ങനെ 5ഉം 10 മിനിറ്റും കൂടുമ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരുപാട് സൗകര്യമാണ് എല്ലാവർക്കും യാത്ര ചെയ്യാൻ. പിന്നെ ഇത് കൂടാതെ തന്നെ സിറ്റി ബസ് വേറെയുണ്ട് കേട്ടോ. കുറച്ച് ദൂരത്തേക്ക് പോകുന്നതൊക്കെ ബസ് വേറെ ഉണ്ട്. ബസ്സിൽ കയറിയിട്ടും പോകാം. അത്യാവശ്യം നമ്മൾ ചെറിയ ടൗൺ മാറിയിട്ടുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ബസ്സിൽ കയറിയിട്ടും പോകാം. എനിക്ക് ഈ ഔഗ്സ്ബുർഗ് സിറ്റി കണ്ടപ്പോൾ മ്യൂണിക്കിനേക്കാളിലൊക്കെ ഒരുപാട് ശാന്തമായിട്ടുള്ള സിറ്റി ആയിട്ടാണ് തോന്നിയത് കേട്ടോ. മ്യൂണിക്കിനെ സംബന്ധിച്ച് കുറച്ച് ഭയങ്കര ഒച്ചയും ബഹളമൊക്കെ ഉള്ള സിറ്റി ആയിട്ടായിരുന്നു ഫീൽ ചെയ്തത്. ഇവിടെ വന്നപ്പോൾ അങ്ങനെ അധികം ഒച്ചയും ബഹളങ്ങളൊന്നുമില്ല. ഏഹ്, അത്യാവശ്യം സൈലൻ്റ് ആയിട്ടുള്ള സിറ്റി. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്ത്. ഇനിയിപ്പോൾ ആ ഒരു സമയത്തിൻ്റെ ആണോ എന്താണോന്ന് അറിയില്ല. ഞാൻ ആ പോയ ദിവസം നല്ല തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. അത്യാവശ്യം വെയിലൊക്കെ ഉള്ളൊരു കാലാവസ്ഥയായിരുന്നു. ഞാനിവിടെ വന്നതിന് ശേഷം എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാട്ടോ ഇവിടുത്തെ ഒരു കാലാവസ്ഥയുടെ കാര്യം. ഇത് ഒരാഴ്ച, അതായത് കറക്റ്റ് 7 ദിവസം ആകുന്നതിന് മുൻപ് തന്നെ ഒരു മഴയുണ്ടാവും. അതിപ്പോൾ എത്ര വെയിലായാലും ശരി, എത്ര തണുപ്പായാലും ശരി, ആഴ്ചയിലൊരു മഴ അത് ഉറപ്പാണ്. ഇപ്പോൾ ഇന്നൊക്കെ ഇങ്ങനെ വെയിലാണെന്നുണ്ടെങ്കിലും പിന്നെ അടുത്ത ദിവസം ചിലപ്പോൾ വെയിൽ മാറി നേരെ മഴയായിരിക്കും. അങ്ങനെ ഞാൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടുന്ന് എനിക്ക് പോകാനുള്ള ട്രെയിന് കിട്ടി. ഉൽമ് എന്നൊരു സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ആ സ്ഥലത്തേക്കുള്ള ട്രെയിനാണ് അവിടെ നിർത്തിയിട്ടേക്കായിരുന്നു. സമയമായിട്ടില്ല. അതുകൊണ്ടാണ് ട്രെയിൻ ഇങ്ങനെ കാലിയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഉൽമിലെ കുറച്ച് കാഴ്ചകളായിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ.